കേരള മീഡിയ അക്കാദമി അവതരിപ്പിക്കുന്ന മാധ്യമജാലകത്തിന്റെ 377-ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. ലോകക്രമത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അമേരിക്കയും വെനസ്വേലയും തമ്മിലുള്ള സംഘർഷം, കൂടാതെ അമേരിക്കയ്ക്ക് ഡെൻമാർക്ക്, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള അന്താരാഷ്ട്ര താൽപര്യങ്ങൾ ലോകക്രമത്തിൽ എങ്ങനെ മാറ്റങ്ങൾ വരുത്തുന്നു എന്നതിനെ കുറിച്ച് ആദിത്യൻ സംസാരിക്കുന്നു. നമസ്കാരം. 2026 തുടക്കത്തിൽ തന്നെ ലോകക്രമത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു. അമേരിക്കയും വെനസ്വേലയും തമ്മിലുള്ള സംഘർഷം, ഗ്രീൻലാൻഡിനെ ചൊല്ലിയുള്ള തർക്കം, ഇറാന്റെ ആഭ്യന്തര യുദ്ധം, പ്രതിസന്ധി. എന്നാൽ വാഷിംഗ്ടണിലോ കാരക്കാസിലോ ഉണ്ടാകുന്ന ചെറിയൊരു ചലനം പോലും നിങ്ങളുടെ പോക്കറ്റിലെ പണത്തെയും അടുക്കളയിലെ ബജറ്റിനെയും ബാധിക്കുമെന്നതാണ് യാഥാർത്ഥ്യം. ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത് ഈ 3 ആഗോള പ്രതിസന്ധികളെ കുറിച്ചാണ്. ജനുവരി 3-ന് അമേരിക്ക സൈനിക നീക്കത്തിലൂടെ വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ പിടികൂടി. കൊളംബിയയിൽ നിന്നുള്ള മയക്കുമരുന്ന് വെനസ്വേല വഴി അമേരിക്കയിലേക്കും മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും എത്തുന്നു എന്നും ഇത് രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണ് എന്നും വെനസ്വേലൻ ഡ്രഗ് കാർട്ടലുകൾക്ക് നേതൃത്വം നൽകുന്നത് പ്രസിഡന്റായ മഡൂറോ ആണ് എന്നുമാണ് ട്രംപിന്റെ വാദം. എന്നാൽ അർദ്ധരാത്രി ഒരു രാഷ്ട്രത്തലവനെ അറസ്റ്റ് ചെയ്യാൻ മാത്രം ഈ വിഷയത്തിന് വ്യാപ്തിയുണ്ടോ? പെട്രോ ഡോളറിൽ നിന്നും ലോക സാമ്പത്തിക ഇടപാടുകളെ മാറ്റാൻ വെനസ്വേല ചൈനയുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന്റെ തൊട്ടു മുൻപ് നടത്തിയ ഈ നീക്കം വളരെ കൃത്യതയോടെയാണ്. ഇത് കോയിൻസിഡൻസ് അല്ല, മറിച്ച് കൃത്യമായ സൈനിക ആസൂത്രണത്തോടെ നടത്തിയ നീക്കമാണ്. വെനസ്വേല ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ നിക്ഷേപമുള്ള രാജ്യമാണ്. ഈ എണ്ണ നിക്ഷേപത്തെയും അമേരിക്ക ലക്ഷ്യമിടുന്നുണ്ടെന്ന് തീർച്ച. മഡൂറോയുടെ ഭരണത്തെ ഏകാധിപത്യം എന്ന് വിളിച്ചാണ് അമേരിക്ക ഇടപെട്ടത്. എന്നാൽ അമേരിക്കയുടെ ഈ നീക്കത്തെ ജനാധിപത്യം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമമായി പാശ്ചാത്യ രാജ്യങ്ങൾ കാണുന്നുണ്ടെങ്കിലും ഇത് അധിനിവേശം തന്നെയാണ്. ഇതിന്റെ മറ്റൊരു പതിപ്പാണ് ഗ്രീൻലാൻഡിൽ സംഭവിക്കുന്നത്. ഗ്രീൻലാൻഡ് എന്ന് പറയുന്ന ദ്വീപിൽ, ആ ദ്വീപിൽ ഉള്ള ഈ ഖനികൾക്ക് വേണ്ടിയാണ് അമേരിക്ക ഗ്രീൻലാൻഡിനെ ആക്രമിക്കാൻ തുനിയുന്നത്. പണം കൊടുത്തും മറ്റു പല വാഗ്ദാനങ്ങൾ നൽകിയും കൈവശപ്പെടുത്താൻ ശ്രമിച്ചു. ഇപ്പോൾ സായുധമായും ശ്രമിക്കുവാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും പുതിയതായി നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ. കാരണം ഗ്രീൻലാൻഡിന്റെ സ്ഥാനം അമേരിക്കയെ സംബന്ധിച്ച് വളരെയധികം തന്ത്രപ്രധാനമാണ്. അമേരിക്കയിലേക്ക് വരുന്ന മിസൈലുകളുടെ അല്ലെങ്കിൽ യുദ്ധ ഭീഷണികൾ കൃത്യമായി മനസ്സിലാക്കാനും സമയോചിതമായി അതിന് തിരിച്ചടിക്കാനും ഈ പ്രദേശത്ത് നിന്നാൽ കഴിയും. അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിലേക്ക് മിസൈലുകൾ അയക്കാനും ഗ്രീൻലാൻഡ് എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് എളുപ്പമാണ്. കൂടാതെ റെയർ എർത്ത് മെറ്റൽസ് എന്ന് പറയുന്ന അപൂർവ ഇനം ധാതുക്കളുടെ ശേഖരവും അമേരിക്കയെ ഗ്രീൻലാൻഡ് ആധിപത്യത്തിൽ സ്ഥാപിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു. ഇതിന്റെ മറ്റൊരു പതിപ്പാണ് ഇറാനിൽ സംഭവിക്കുന്നത്. നിലവിൽ അന്താരാഷ്ട്ര ഉപരോധങ്ങൾ കാരണം പണപ്പെരുപ്പവും ആഭ്യന്തര കലാപവും സാമ്പത്തിക അന്തരങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഇറാനിലേക്ക് നുഴഞ്ഞു കയറാനും അവിടുത്തെ ഭരണം ഏറ്റെടുക്കാനും പോലും ഇന്ന് US ശ്രമിക്കുന്നു എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. ഇറാൻ വളരെയധികം പെട്രോളിയം ശേഖരമുള്ള മറ്റൊരു രാജ്യമാണ്. ഈ പെട്രോളിയത്തെയും പശ്ചിമേഷ്യയിലേക്ക് അധികാരം വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയുമൊക്കെ ഇറാനെയും ലക്ഷ്യമിടുകയാണ് ട്രംപ്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒരു ലോക മഹായുദ്ധത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇനി ലോക മഹായുദ്ധം വന്നു കഴിഞ്ഞാൽ എങ്ങനെ നമ്മളെ സ്വാധീനിക്കും? ഒരുപക്ഷെ ഫിസിക്കലായ ഒരു യുദ്ധം ഇനി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എന്നാൽ ശീതയുദ്ധകാലത്ത് സംഭവിച്ചതുപോലെ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധി, കാരണം നിലവിൽ ഡോളറിൽ അധിഷ്ഠിതമായാണ് ഈ ലോക രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥകളെല്ലാം കെട്ടിപ്പടുത്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഡോളറിന്റെ മൂല്യം ഇടിയുകയോ അല്ലെങ്കിൽ ആ ഡോളറിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ രാജ്യങ്ങളുടെ എല്ലാം സാമ്പത്തിക ഭദ്രത നഷ്ടപ്പെടുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അത്തരത്തിലുള്ള കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളിലേക്കും നേരിട്ടൊരു യുദ്ധമില്ലെങ്കിലും യുദ്ധസമാനമായ സാഹചര്യങ്ങളിലൂടെ ഈ ലോകം കടന്നു പോകാൻ പോവുകയാണ് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. നന്ദി. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട നീക്കങ്ങളെ മുൻനിർത്തി വാർത്താ മാധ്യമങ്ങളുടെ ധാർമ്മികതയും സ്വകാര്യതയും കുറിച്ച് സെബാസ്റ്റ്യൻ പോൾ സംസാരിക്കുന്നു. സംഭവമാണ് വാർത്ത എന്ന പേരിൽ അവതരിപ്പിക്കപ്പെടുന്നത്. പക്ഷെ എല്ലാ കാര്യങ്ങളും സംഭവിക്കുമ്പോഴുള്ള ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങൾ മുൻകൂട്ടി അറിയുന്നതിനുള്ള പ്രാപ്തി വേണമെങ്കിൽ ഒരു തരത്തിലുള്ള ഒരു ആറാം ഇന്ദ്രിയം അല്ലെങ്കിൽ അതീന്ദ്രിയം മാധ്യമങ്ങൾക്കുണ്ട്.
അങ്ങനെ വരുമ്പോൾ അത് അഭ്യൂഹം മാത്രമാണ് എന്ന് പറയാമെങ്കിലും ചിലപ്പോൾ അത് സംഭവിച്ചു എന്നിരിക്കും. സംഭവിക്കാൻ പോകുന്ന വാർത്ത മുൻകൂട്ടി അറിയിക്കുകയും ചെയ്യുമ്പോഴാണ് സ്കൂപ്പ് എന്ന് പറയുന്നത്. പല പ്രധാനപ്പെട്ട മാധ്യമങ്ങൾക്കും അവരുടെ ചരിത്രത്തിൽ പ്രധാനപ്പെട്ട പല സ്കൂപ്പും അവകാശപ്പെടാനുണ്ടാകും. ഇപ്പോൾ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ കാലത്ത് 1977 അടിയന്തരാവസ്ഥ പിൻവലിച്ച് തിരഞ്ഞെടുപ്പിലേക്ക് രാജ്യം പോകുന്നു എന്ന വാർത്ത ആദ്യം നൽകിയത് ഇന്ത്യൻ എക്സ്പ്രസിൽ കുൽദീപ് നയ്യാരായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ പത്രപ്രവർത്തന ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട സ്കൂപ്പ് ആയിരുന്നു. അദ്ദേഹം റിപ്പോർട്ട് ചെയ്തതുപോലെ സംഭവിച്ചു. പക്ഷേ അടിയന്തരാവസ്ഥ പിൻവലിക്കും എന്ന് പറഞ്ഞെങ്കിലും അടിയന്തരാവസ്ഥ പിൻവലിക്കാതെയായിരുന്നു തെരഞ്ഞെടുപ്പ്. ആ വ്യത്യാസം മാത്രമാണ് അന്നുണ്ടായത്. ചില കാര്യങ്ങൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേരളത്തിൽ ഒരു പാതിരാത്രിക്ക് നടന്ന അതീവ രഹസ്യമായി നടന്ന ഒരു അറസ്റ്റ് ഹോട്ടൽ മുറിയിൽ നിന്ന്, അത് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അറസ്റ്റാണ്. മുങ്ങിയാൽ എവിടെ പൊങ്ങും എന്ന് പറയാൻ നിവൃത്തിയില്ലാത്ത പോലീസിനെ വട്ടം കറക്കുകയും നെട്ടോട്ടം ഓടിക്കുകയും ചെയ്ത ഒരാളെ സമാനമായ മറ്റൊരു കേസിൽ അറസ്റ്റ് ചെയ്യേണ്ടി വന്നപ്പോൾ അവർ വളരെ വിദഗ്ധമായി അത് രഹസ്യമായി സൂക്ഷിക്കുകയും വിവരം മാധ്യമങ്ങൾക്ക് ചോർന്നു പോകാത്ത രീതിയിൽ അത് നടപ്പാക്കുകയും ചെയ്തു. പാലക്കാട്ടെ ഹോട്ടൽ മുറിയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് അങ്ങ് ആവശ്യമുള്ള പത്തനംതിട്ട എത്തിച്ചപ്പോഴാണ് അത് പുറം ലോകം അറിഞ്ഞത്, മാധ്യമങ്ങൾ അറിഞ്ഞത്. വിവരങ്ങൾ ചോർത്തി നൽകുന്നതിനുള്ള മാധ്യമങ്ങളുടെ സാമർഥ്യം വളരെ പ്രസിദ്ധമാണ്. ഒന്നും ആർക്കും രഹസ്യമായി സൂക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. പ്രസിദ്ധമായ പല കാര്യങ്ങളും നടക്കുമ്പോൾ അത് മാധ്യമങ്ങളുടെ കൂടി ശ്രദ്ധയിൽപ്പെടാതെ നടത്തുന്നതിന് അത് എക്സിക്യൂട്ട് ചെയ്യുന്നവർ ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ ഒസാമ ബിൻ ലാദൻ്റെ അറസ്റ്റ് പാകിസ്ഥാനിൽ കടന്നിട്ടായിരുന്നു അമേരിക്ക നടത്തിയത്. അത് പാകിസ്ഥാൻ ഗവൺമെൻറ് പോലും അറിഞ്ഞില്ല, മാധ്യമങ്ങളും അറിഞ്ഞില്ല. അതുപോലെയാണ് ഇപ്പോൾ വെനസ്വേലയുടെ പ്രസിഡന്റ് അദ്ദേഹത്തെയും ഭാര്യയെയും അറസ്റ്റ് ചെയ്തു. നിക്കോളാസ് മഡുറോയെയും തന്നെ ഭാര്യയെയും അറസ്റ്റ് ചെയ്ത് അമേരിക്കയിലേക്ക് കൊണ്ടുവന്നു. അതും രാത്രിയിലാണ്. ആ വിവരം രഹസ്യമായിട്ടാണ് ചെയ്തത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷെ ആ രഹസ്യം ഇങ്ങനെ സംഭവിക്കാൻ പോകുന്നു, മഡുറോയെ ഈ വെനസ്വേലയിൽ കടന്ന് അമേരിക്ക പിടികൂടി കൊണ്ടുവരാൻ പോകുന്നു, തടവുകാരനായി കൊണ്ടുവരാൻ പോകുന്നു എന്ന വാർത്ത അല്ലെങ്കിൽ വിവരം, അത് ന്യൂയോർക്ക് ടൈംസിനും വാഷിങ്ടൺ പോസ്റ്റിനും നേരത്തെ അറിവ് കിട്ടി എന്നാണ് പറയുന്നത്. കിട്ടിയോ ഇല്ലയോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ആ പത്രങ്ങൾ അവകാശപ്പെടുന്നത് അങ്ങനെയാണ്. പക്ഷേ രണ്ട് പത്രങ്ങളും അത് റിപ്പോർട്ട് ചെയ്തില്ല, പരസ്യപ്പെടുത്തിയില്ല. കാരണം അത് ആ ഓപ്പറേഷനിൽ ഏർപ്പെട്ടിരിക്കുന്ന അമേരിക്കയുടെ സുരക്ഷിതത്വ സേന, സെക്യൂരിറ്റി ഫോഴ്സസ്, അവരുടെ സെക്യൂരിറ്റി കൂടി സേഫ്റ്റി കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് താങ്കളത് പരസ്യപ്പെടുത്താതിരുന്നത് എന്നാണ് പത്രങ്ങളുടെ വിശദീകരണം. ശരിയായിരിക്കാം. ആ രണ്ട് പത്രങ്ങളും ഏത് രഹസ്യവും ചോർത്തുന്നതിന് അല്ലെങ്കിൽ രഹസ്യങ്ങൾ ആ പത്രങ്ങളെ തേടി എത്തുന്ന അത്രയും വശീകരണ ശക്തി, ആകർഷണ ശക്തി ആ പത്രങ്ങൾക്കുണ്ട് എന്ന കാര്യത്തിലൊന്നും ആർക്കും സംശയമില്ല. ആരോഗ്യകരമായ സഹകരണം ഈ രണ്ട് പത്രങ്ങൾ തമ്മിൽ പലപ്പോഴും ഉണ്ടാകുന്നുമുണ്ട്. പ്രസിദ്ധമായ പെൻഡഗൺ പേപ്പേഴ്സ്, അമേരിക്കയുടെ യുദ്ധകാര്യ രേഖകൾ ചോർത്തിയ ആ സംഭവം, അത് ഈ രണ്ട് പത്രങ്ങൾ ചേർന്നാണ് അന്ന് പരസ്യമാക്കിയത്. നമ്മുടെ ടെലിവിഷൻ ചരിത്രത്തിലും ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ടെലിവിഷൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ പ്രവർത്തനം, പ്രത്യേകിച്ച് പത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ടെലിവിഷൻ എന്ന് പറയുമ്പോൾ തത്സമയ സംപ്രേഷണമാണ്. മുംബൈ ഭീകരാക്രമണം നടന്നപ്പോൾ ആ ഹോട്ടലിൽ കുടുങ്ങിപ്പോയവരെ മോചിപ്പിക്കുന്നതിനുള്ള ഓപ്പറേഷൻ, സൈനിക ഓപ്പറേഷൻ, അത് നടത്തുമ്പോൾ പുറമേ നിന്ന് ഉള്ള ആ ടെലിവിഷൻ സംപ്രേഷണം, ലൈവ് ടെലികാസ്റ്റ്, അത് ഹോട്ടലിനകത്ത് തമ്പടിച്ചിരിക്കുന്ന അക്രമികൾക്ക് അത് കാണാം. ടിവിയിൽ എന്താണ് പുറത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നവർക്കറിയാം. പക്ഷെ അത് വിമർശനം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ പിന്നീട് സമാനമായ സന്ദർഭങ്ങളിൽ നമ്മുടെ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ടെലിവിഷൻ,
കുറെ കൂടി സംയമനം പാലിക്കുകയും പരസ്യമാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ആക്കാതിരുന്ന സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. കിട്ടുന്നതെല്ലാം റിപ്പോർട്ട് ചെയ്യാനുള്ളതല്ല. അവിടെ ഒരു ത്യാജ്യഗ്രാഹി വിവേചന അല്ലെങ്കിൽ ഒരു വിവേചന ബുദ്ധി, എന്താണ് ത്യജിക്കേണ്ടത്, എന്താണ് സ്വീകരിക്കേണ്ടത് എന്ന രീതിയിലുള്ള ഒരു സമീപനം അത് മാധ്യമങ്ങൾക്കുണ്ടാവണം. ഇപ്പം ബ്രിട്ടനിൽ ബക്കിംഗ്ഹാം പാലസുമായി ബന്ധപ്പെട്ട പല കിംവദന്തികളും അഭ്യൂഹങ്ങളും അപവാദങ്ങളും ഒക്കെ പുറത്തു വരാറുണ്ട്. അതെല്ലാം അക്കാലത്ത് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുമായിരുന്നില്ല. രാജാവിൻ്റെ അല്ലെങ്കിൽ രാജകുടുംബാംഗങ്ങളുടെ ആരോഗ്യസ്ഥിതി, അവിടെ അന്തഃപ്രവർത്തനങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ, അവിടുത്തെ രഹസ്യ പ്രണയങ്ങൾ, മറ്റു കാര്യങ്ങളൊന്നും എല്ലാം റിപ്പോർട്ട് ചെയ്യുമായിരുന്നില്ല. പക്ഷെ പിന്നീട് ആ അവസ്ഥയ്ക്ക് മാറ്റം വന്നു. പാപ്പറാസി എന്ന പേരിൽ കുപ്രസിദ്ധമായി അറിയപ്പെടുന്ന മാധ്യമ ലോകം അവിടെ തഴച്ചു വളർന്നു. പാപ്പറാസികൾ, പ്രത്യേകിച്ച് പാപ്പറാസി ഫോട്ടോഗ്രാഫർമാർ, അവരെവിടെയും അതിക്രമിച്ചു കടന്ന് എല്ലാവരുടെയും സ്വകാര്യത ലംഘിച്ചുകൊണ്ട് എന്തും റിപ്പോർട്ട് ചെയ്യുന്ന അവസ്ഥയുണ്ടായി. അതിൻ്റെ ദാരുണമായ ഫലമായിരുന്നു, തിക്തഫലമായിരുന്നു ഡയാന രാജകുമാരിയുടെ ആ അപകടത്തിൽപ്പെട്ടുള്ള മരണം. അപ്പം അങ്ങനെയുള്ള അവസ്ഥയിൽ ചില കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും മാധ്യമങ്ങൾ അറിയണം, അറിയുന്നതിനുള്ള പ്രാപ്തി അവർക്കുണ്ടാവണം. പക്ഷേ അറിയുമ്പോൾ അത് പരസ്യപ്പെടുത്തണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ വെനസ്വേലയെ സംബന്ധിച്ച് എല്ലാ അന്താരാഷ്ട്ര മര്യാദകളുടെയും നഗ്നമായ ലംഘനം, രാഷ്ട്രീയമായ ഡീസൻസി പൂർണ്ണമായും ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണം, ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിന്മേലുള്ള കയ്യേറ്റം, ഒരു രാജ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രത്തലവനെ തടവുകാരനായി പിടികൂടി മറ്റൊരു രാജ്യത്തേക്ക് കൊണ്ടുപോയി ജയിലിൽ അടയ്ക്കുന്ന അവസ്ഥ, വിചാരണയ്ക്ക് വിധേയനാക്കുന്ന അവസ്ഥ, അത് ഒഴിവാക്കേണ്ട കാര്യമായിരുന്നു. അത് ഈ മാധ്യമങ്ങൾ, ന്യൂയോർക്ക് ടൈംസും വാഷിങ്ടൺ പോസ്റ്റും ആ വിവരം അറിഞ്ഞതിന് ശേഷം അത് പരസ്യപ്പെടുത്തിയിരുന്നെങ്കിൽ അതാകുമായിരുന്നില്ലേ പൊതു താല്പര്യത്തിന്, ദേശ താല്പര്യത്തിന് അനുസൃതമായ പ്രവൃത്തി എന്നൊരു ചോദ്യം സ്വാഭാവികമായി ഉണ്ടാകാം. പക്ഷെ ആ പത്രങ്ങളെ സംബന്ധിച്ച് അവർ അന്ന് സ്വീകരിച്ച നിലപാട്, തങ്ങളുടെ രാഷ്ട്രത്തിൻ്റെ നയം, നിലപാട്, താല്പര്യം, അതിന് അനുസൃതമായ നിലപാട് സ്വീകരിക്കുക. അതുകൊണ്ട് തങ്ങൾക്ക് കിട്ടിയ ഒരു വിവരം അത് വലിയൊരു വാർത്തയാകുമായിരുന്നു. ഒരു സ്കൂപ്പ് എന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിലുള്ള വലിയ വാർത്തയാകുമായിരുന്നു. എന്നിട്ടും അവർ അത് പ്രസിദ്ധപ്പെടുത്താതെ സ്വകാര്യമായി വയ്ക്കുകയും ഔദ്യോഗികമായി ആ അറസ്റ്റ് തട്ടിക്കൊണ്ടുപോകൽ, അത് എവിടെയാണോ അതിൻ്റെ ലക്ഷ്യസ്ഥാനം, ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിയതിനു ശേഷം മാത്രം ആ പത്രങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്ത സന്ദർഭമുണ്ടായി. മാധ്യമപ്രവർത്തനത്തിലെ ഒരു പാഠം അതാണ്. നമുക്ക് പലതും കയ്യിൽ കിട്ടും, പലതും നമ്മൾ തേടിപ്പിടിക്കും, എല്ലാം ശരിയാകണമെന്നില്ല, പക്ഷേ പല വാർത്തകളും ശരിയാകുകയും ചെയ്യും. പക്ഷെ എല്ലാം പരസ്യപ്പെടുത്തേണ്ടതാണോ? ഒരു വാർത്ത പരസ്യപ്പെടുത്തുമ്പോൾ അതിൽ ചില താല്പര്യങ്ങൾ, പൊതു താല്പര്യങ്ങൾ, ഇപ്പോൾ ഈ ഒളിക്യാമറ ഒക്കെ ഉപയോഗിച്ചുള്ള സ്റ്റിംഗ് ഓപ്പറേഷൻ അത് തെറ്റാണ് എന്ന് നാം പറയുമ്പോഴും കോടതി വരെ, ഇന്ത്യയിലെ സുപ്രീം കോടതി വരെ അത് ശരിവച്ചിട്ടുള്ളത് അതിനൊരു പൊതു താല്പര്യം അടങ്ങിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. മറ്റു രീതിയിൽ പുറത്തു വരാത്ത, പരസ്യപ്പെടുത്താൻ കഴിയാത്ത കാര്യങ്ങൾ ഈ ഒളിപ്രവർത്തനത്തിലൂടെ പുറത്തു വരുന്നു. അത് പൊതു താല്പര്യത്തിന് അനുസൃതമായിരിക്കും എന്നതുകൊണ്ട് അത് ന്യായീകരിക്കപ്പെടുന്നുണ്ട്. അതുപോലെ ചരിത്രത്തിലെ നിർണായകമായ ഒരു നിമിഷം ആയിരുന്നു വെനസ്വേലയിലെ രാഷ്ട്രത്തലവന്റെ അറസ്റ്റ്, മഡുറോയുടെയും ഭാര്യയുടെയും അറസ്റ്റ്. അവരെ ഒരു സാധാരണ ക്രിമിനലുകളെ കൊണ്ടുപോകുന്നത് പോലെ വിലങ്ങ് വെച്ച് ഒരു വിദേശ രാജ്യത്തേക്ക് കൊണ്ടുപോവുകയും അവിടെ ജയിലിൽ അടയ്ക്കുകയും അവിടുത്തെ കോടതിയിൽ വിചാരണയ്ക്ക് ശ്രമിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് മുൻകൂട്ടി അറിഞ്ഞാൽ അത് തടയുന്നതിന് സഹായകമായ നിലപാട് സ്വീകരിക്കുന്നതിന് മാധ്യമങ്ങൾക്ക്, പത്രങ്ങൾക്ക് ബാധ്യതയുണ്ടായിരുന്നുവോ എന്ന ചോദ്യം അതൊരു വലിയ ധാർമ്മിക പ്രശ്നമാണ്, ഒരു പ്രതിസന്ധിയാണ്. പത്രങ്ങൾക്ക് അങ്ങനെ ജോലിയുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് അത് തടയുന്നതിന് പകരം, അത് തടയുന്നതിനുള്ള ശ്രമത്തിന് പകരം
അത് സംഭവിച്ചു കഴിയുമ്പോൾ തങ്ങളുടെ രാജ്യം സ്വീകരിച്ച ഒരു നിലപാട്, നടപടി അത് വിജയകരമായി പൂർത്തിയാക്കുന്നതിന് ഈ പ്രമുഖ പത്രങ്ങൾ, ഭരണകൂടത്തിൻ്റെ വിമർശകർ കൂടിയായിട്ടുള്ള ഈ പത്രങ്ങൾ തയ്യാറായി എന്നതിൽ ചില പഠിക്കേണ്ടതായ മാധ്യമ പാഠങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ചന്ദ്രയാൻ 3 എത്തിച്ച് ചരിത്രം കുറിച്ചതിന് പിന്നാലെ സ്വന്തമായി മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഗഗൻയാൻ ദൗത്യത്തിന്റെ അവസാനഘട്ട തയ്യാറെടുപ്പുകളിലാണ് രാജ്യം. കേന്ദ്ര ഗവൺമെന്റിന്റെ ദീർഘവീക്ഷണമുള്ള ബഹിരാകാശ നയങ്ങൾ ഇന്ത്യ ഒരു ആഗോള സ്പേസ് ഹബ്ബാക്കി മാറ്റുകയാണ്. ശ്രീലക്ഷ്മിയുടെ റിപ്പോർട്ടിലേക്ക്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയായ ISRO പുതിയ ചരിത്രങ്ങൾ രചിക്കുകയാണ്. 2023 കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ച ഇന്ത്യൻ സ്പേസ് പോളിസി ഈ മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്കാണ് വഴിയൊരുക്കിയത്. ബഹിരാകാശ ഗവേഷണത്തിൽ സ്വകാര്യ പങ്കാളിത്തം കൂടി ഉറപ്പാക്കിയതോടെ 100 കണക്കിന് സ്പേസ് സ്റ്റാർട്ടപ്പുകളാണ് ഇന്ത്യയിൽ ഉയർന്നുവരുന്നത്. ഇന്ത്യയുടെ പ്രഥമ മനുഷ്യ ബഹിരാകാശ ദൗത്യമായ ഗഗൻയാൻ ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഗ്രൂപ്പ് ക്യാപ്റ്റന്മാരായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ, അജിത് കൃഷ്ണൻ, അങ്കദ് പ്രതാപ്, വിംഗ് കമാൻഡർ ശുഭാൻശു ശുക്ല എന്നിവരാണ് ഈ ചരിത്ര നേട്ടത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ബഹിരാകാശ നിലയത്തിൽ വെച്ച് നടത്തേണ്ട പരീക്ഷണങ്ങൾക്കായി ശുഭാൻശു ശുക്ലയുടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള യാത്രയും ഇന്ത്യയുടെ ബഹിരാകാശ നയതന്ത്രത്തിലെ നിർണായക ഘട്ടമാണ്. സൗരദൗത്യമായ ആദിത്യ L1 വിജയകരമായി അതിന്റെ ഭ്രമണപഥത്തിലെത്തിയത് ഇന്ത്യയുടെ സൂര്യ പര്യവേക്ഷണത്തിലെ വലിയ നേട്ടമാണ്. അടുത്ത ഘട്ടമായി 2035 ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ സ്ഥാപിക്കുവാനും 2040 ഒരു ഇന്ത്യക്കാരനെ ചന്ദ്രനിൽ എത്തിക്കാനുമുള്ള ലക്ഷ്യബോധത്തോടുള്ള പാതയിലാണ് രാജ്യം. ബഹിരാകാശ ഗവേഷണം കേവലം ശാസ്ത്രീയ അന്വേഷണം മാത്രമല്ല, മറിച്ച് രാജ്യത്തിന്റെ സുരക്ഷ, വാർത്താവിനിമയം, കാർഷിക അഭിവൃദ്ധി എന്നിവയിൽ നിർണായക പങ്ക് വഹിക്കുന്ന ഒരു മേഖല കൂടെയാണെന്ന് ഇന്ത്യ തെളിയിച്ചിരിക്കുന്നു. കേന്ദ്ര ഗവൺമെന്റിന്റെ കൃത്യമായ കാഴ്ചപ്പാടും ശാസ്ത്രജ്ഞരുടെ കഠിനാധ്വാനവും ചേരുമ്പോൾ വരും വർഷങ്ങളിൽ ലോകത്തിന്റെ ബഹിരാകാശ കേന്ദ്രമായി ഇന്ത്യ മാറുമെന്നും ഉറപ്പാണ്. 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയായി സാംസ്കാരിക നഗരി. പ്രധാന വേദിയായ തേക്കിൻകാട് മൈതാനിയിൽ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. കലോത്സവത്തെക്കുറിച്ചുള്ള അമ്മുവിന്റെ റിപ്പോർട്ടിലേക്ക്. പൂത്തുവിരിഞ്ഞാണ് ഈ വർഷത്തെ കലോത്സവം തുടങ്ങിയത്. 25 വേദികൾക്ക് 25 പൂക്കളുടെ പേരുകൾ. സൂര്യകാന്തി, ആമ്പൽ, കർണീകാരം തുടങ്ങി നൂജൻ കുട്ടികൾക്ക് കേട്ടറിവ് പോലുമില്ലാത്ത നിരവധി പൂക്കൾ. കഴിഞ്ഞ വർഷം പുഴകളുടെ പേരുകളായിരുന്നു വേദികൾക്ക്. ഹരിതചട്ടം പാലിച്ചുള്ളതായതിനാലാണ് വേദികൾക്ക് പച്ചപ്പാർന്ന പേരുകൾ. ഇതിനായി പ്ലാസ്റ്റിക് ഒഴിവാക്കുകയും പാക്കറ്റ് ഭക്ഷണ സാധനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുകയും ചെയ്തു. 15,000 പ്രതിഭകളാണ് ഇത്തവണ കലോത്സവത്തിൽ പങ്കെടുത്തത്. ചന്ദ്രിക വിടരുമീരാവ് മുജുര നടനമാടും തവായ്ഫ് ലാസ്യമദന നർത്തന ചേല് തരുണി മണികൾ തൻ ശൃംഗാര ചൂട് രാജസൗധം പോൽ ഉണരുമീ ഹിരാമണ്ഡി. രാഗലയത്താളലഹരി ഒഴുകുമീ ഹിരാമണ്ഡി. ാമത് കലോത്സവത്തെ സൂചിപ്പിച്ച് 64 കുട്ടികളാണ് കുടമാറ്റത്തിൽ പങ്കെടുത്തത്.
കാണികളുടെ ഇഷ്ടയിനങ്ങളായ മോണോ ആക്ട്, ചാക്യാർകൂത്ത്, അറബനമുട്ട്, ഭരതനാട്യം തുടങ്ങി 249 ഇനങ്ങൾ വ്യത്യസ്ത വേദികളിലായി നടന്നു. ഇത് 7ാം വട്ടമാണ് തൃശൂർ ഏഷ്യയിലെ ഏറ്റവും വലിയ കൗമാരമേളയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ കാഴ്ചകളിലൂടെ ഈ ആഴ്ചത്തെ മാധ്യമജാലകം ഇവിടെ അവസാനിക്കുന്നു. നന്ദി. ചൊല്ലി ഇന്ന് മഹിമയിൽ മംഗളമാ ആനന്ദമേറി ആഘോഷ